പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനായി നീ എൻ്റെ സർവവും എല്ലാറ്റിലും. തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ പേർക്കായി തന്നതിനായി നീ എൻ്റെ സർവവും എല്ലാറ്റിലും.
യേശു ക്രിസ്തു മാധുര്യവാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഈ തിരുമണിക്കൂറിൽ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, വിശുദ്ധവാരത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവ സ്മരണകളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആ ദിവ്യ അനുഭൂതി അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഇവയ്ക്കെല്ലാം ശേഷം അങ്ങയുടെ ഉത്ഥാനത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് വെളിച്ചമായ പ്രകാശമായ അങ്ങയുടെ ആ വരവിനെ ഉണർവോടെ കാത്തിരുന്നുകൊണ്ട് നവമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. ഈ ദുഃഖ ശനിയാഴ്ച ഞങ്ങളുടെ ജീവിത നവീകരണവും സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ, നയിക്കണമേ. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വലിയ ശനിയാഴ്ച ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നിശബ്ദതയുടെ ദിനമാണ്, പ്രാർത്ഥനയുടെ ദിനമാണ്. ഈശോ കല്ലറയിൽ അടയ്ക്കപ്പെട്ട ദിനമാണ്. ഈ ദിനത്തിൽ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേരുകയാണ്. തൻ്റെ തിരുക്കുമാരനെ തൻ്റെ തിരുമടിയിലേക്ക് ഇരുത്തിയപ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച ആ വ്യാകുലം ഞങ്ങൾ ആത്മനാ കാണുന്നു. ആ അമ്മയുടെ വ്യാകുലത്തോട് ഞങ്ങൾ ചേരുകയാണ്. കന്യകാമറിയം കുരിശിന്റെ അരികെ തൻ്റെ തിരുപുത്രനെ കൈകളിൽ താങ്ങിക്കൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. അന്നേരം പരിശുദ്ധ അമ്മയുടെ വ്യാകുലം എന്തായിരുന്നുവെന്ന് നമുക്ക് ഭാവന ചെയ്യുവാൻ സാധിക്കുമോ? ആ സമയം പരിശുദ്ധ അമ്മയുടെ വ്യാകുലം എന്തായിരുന്നുവെന്ന് നമുക്ക് ഭാവന ചെയ്യുവാൻ സാധിക്കുമോ? നമ്മുടെ മാനസിക കഴിവുകൾ മുഴുവനും വിനിയോഗിച്ചാലും അത് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇത്ര സമുന്നതനായ പുത്രൻ്റെ, ഇത്ര നല്ല അമ്മയുടെ വ്യാകുലം അതിൻ്റെ ഉച്ചിയിലെത്തിരുന്നുവെന്ന് നമുക്ക് നാവാലെ പറയുവാൻ കഴിയുകയുള്ളൂ. കൃപാവരത്തിലും വിശുദ്ധിയിലും യോഗ്യതയിലും മറിയം സർവരെയും അതിശയിച്ചിരുന്നതുപോലെ സഹനത്തിലും വ്യാകുലതകളിലും അവിടുന്ന് സകലരെയും അതിശയിക്കുന്നു. ആരെങ്കിലും അവിടുത്തെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈശോയുടെ മുറിവുകളെല്ലാം ഒരു ദർപ്പണത്തിലെന്ന പോലെ അവിടെ കാണും. മരണത്തിൻ്റെ ഛായയും അവിടെ ദർശിക്കും. സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കുന്തം ഈ വ്യാകുലാംബയെ തുളച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടുന്ന് കുറേ നേരം തൻ്റെ പ്രിയമകൻ്റെ ശിരസിലെയും തൃപ്പാദങ്ങളിലെയും തിരുക്കരങ്ങളിലെയും മുറിവുകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവയെ കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലും ചുണ്ടുകളിലും കവിൾത്തടങ്ങളിലും അവിടുന്ന് ചുംബിക്കുന്നു. ഒരു തുവാലയെടുത്ത് മറിയം മുറിവുകൾ വൃത്തിയാക്കുകയും
തുപ്പൽ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു. അനന്തരം പരിശുദ്ധ അമ്മ മകനെ ആർദ്രതാപൂർവം ആശ്ലേഷിക്കുന്നു. അതോടൊപ്പം തൻ്റെ സങ്കടവും സ്നേഹവും പലവിധം പ്രകാശിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തൻ്റെ പ്രിയപുത്രൻ മരിച്ചതെന്നുള്ളതാണ് അവിടുത്തെ ആശ്വാസം. നാം രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ അവിടുത്തെ സങ്കടം സന്തോഷമായി മാറും. നമ്മുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? വ്യാകുലാംബികയ്ക്ക് നമ്മുടെ അനുശോചനമല്ല ആവശ്യം, നിത്യജീവൻ ഉതകുന്ന സൽപ്രവർത്തികളാണ് വേണ്ടത്. നമുക്ക് ചിന്തിക്കാം. കന്യകാമറിയത്തെ നമുക്ക് അഭയം തേടാം. അവിടുന്ന് നമുക്ക് കൃപാവരങ്ങൾ മാത്രമല്ല വാങ്ങിത്തരിക, തൻ്റെ പ്രിയപുത്രനെ തന്നെ തരും. എത്രയും പ്രിയപ്പെട്ട കന്യകാമാതാവേ, അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ എത്രയും കടപ്പെട്ടവരാണ്. ഈശോ അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ മഹത്വരാജൻ കാരുണ്യത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. എന്തെല്ലാം പ്രത്യാശകളാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അങ്ങയുടെയും ഞങ്ങളുടെയും ദൈവത്തിൻ്റെ അമ്മേ, ഞങ്ങൾ ചോദിക്കുവാൻ പോകുന്ന കൃപാവരം ലഭിക്കുമെന്നുള്ളത് സംബന്ധിച്ച് ഇത്രമാത്രം പ്രത്യാശ ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന സ്നേഹം ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ. അങ്ങയുടെ സ്നേഹമാകുന്ന ഖഡ്ഗം അങ്ങയെ മുറിപ്പെടുത്തിയിരിക്കുന്നു, അല്ല ഹൃദയത്തെ തുളച്ച് മറുപുറത്തെത്തിയിരിക്കുന്നു. ആ ഖഡ്ഗത്തിൻ്റെ മുന കൊണ്ട് ലഘുവായിട്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയം മുറിപ്പെട്ടിരുന്നെങ്കിൽ. സ്നേഹവും വ്യാകുലവും നിറഞ്ഞ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ആഗ്രഹം സഫലമാക്കി തരണമേ. ഈശോയെ ഇപ്രകാരം സ്നേഹിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങളുടെ രക്ഷയിൽ അങ്ങ് ആശ്വാസം കണ്ടെത്തും. വ്യാകുല മാതാവിനോടുള്ള ഭക്തി നമുക്ക് എത്രയും പ്രിയപ്പെട്ടതായിരിക്കാം. നമുക്ക് അവിടുത്തെ അനുകരിച്ച് ഈശോയുടെ സ്നേഹപ്രകരണം പല പ്രാവശ്യം ആവർത്തിക്കാം. പഴയ നിയമത്തിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. വധിക്കപ്പെട്ട ഒരാളുടെ ശരീരം തിരുവേദിയിൽ കാണപ്പെട്ടാൽ ജനപ്രമാണികൾ കൈകൾ കഴുകി തങ്ങൾ ഈ വിധത്തിൽ ഒരു വിധത്തിലും കുറ്റക്കാരല്ലെന്ന് പ്രഖ്യാപിക്കണം. ഇതാ ഗാഗുൽത്തായിൽ ഒരു ശവശരീരം. ഇത് സാധാരണ മനുഷ്യന്റെ അല്ല, മനുഷ്യപുത്രന്റെ ശരീരം. 1-2 മുറിവോടുകൂടിയല്ല, നഖശിഖാന്ത മുറിവുകളും വ്രണങ്ങളും. ആരാണ് ഈ വധത്തിന് കാരണക്കാരൻ? യൂദാസ് അവിടുത്തെ ഒറ്റുകൊടുത്തു. പിന്നീട് അയാൾ പ്രഖ്യാപിച്ചു താൻ നിർദോഷിയാണ് ഒറ്റുകൊടുത്തതെന്ന്. പിലാത്തോസ് ഒരനീതി ചെയ്തു എന്ന് വരാതിരിക്കാൻ കൈകൾ കഴുകി. തങ്ങൾക്ക് ആരെയും വധിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്ന് പറഞ്ഞു യഹൂദർ സ്വയം നീതീകരിച്ചു. തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് അറിയാതിരുന്ന കാതുകളോട് ക്ഷമിക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചു. ആരാണ് ഈ മഹാമനുഷ്യനെ, പരമപരിശുദ്ധനെ 33-ാമത്തെ വയസ്സിൽ നിഷ്കരുണം വധിച്ചത്? വ്യാകുലാംബികയുടെ മരിച്ചു കിടക്കുന്ന ദേവപുത്രനെ നമുക്ക് ദർശിക്കാം. നമ്മുടെ നെഞ്ചിൽ കൈവച്ച് എനിക്ക് ഈ മരണത്തിൽ പങ്കില്ല, ഞാൻ ഈ കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറയാൻ സാധിക്കുമോ? വിശ്വാസദൃഷ്ട്യാ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ കാണാം നമ്മുടെ നീച പാപങ്ങളാണ് ഈ മുറിവുകൾക്ക് കാരണമായതെന്ന്. നമ്മുടെ അശുദ്ധ വിചാരങ്ങൾ അവിടുത്തെ കണ്ണുനീർ ചിന്തിച്ചു. നമ്മുടെ അശ്ലീലവും അയോഗ്യമായ സംഭാഷണങ്ങൾ അവിടത്തേക്ക് കയ്പുനീര് നൽകി. നമ്മുടെ ജഡിക സന്തോഷങ്ങൾ അവിടുത്തെ പവിത്ര ശരീരത്തെ സർവദാ മുറിപ്പെടുത്തി. നമ്മുടെ അവിഹിതമായ താല്പര്യങ്ങൾ അവിടുത്തെ ഹൃദയത്തെ തുളച്ചു. നമ്മുടെ പാപങ്ങൾ തന്നെ ഈശോയുടെ പീഡാനുഭവത്തിനും മരണത്തിനും കാരണമായി തീർന്നു.
നല്ല ദൈവമേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾ കാണുന്നു. പാപം ചെയ്യുന്നത് നേരത്ത് എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നെങ്കിൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ലായിരുന്നു. അങ്ങ് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ യഹൂദ മതകരെക്കാളും അങ്ങയുടെ ഘാതകരെക്കാളും നീചരാണെന്ന് സമ്മതിക്കാതെ ഗത്യന്തരമില്ല. ഞങ്ങളുടെ നീചത്വത്തെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു. ഉണ്ടാകേണ്ടിയിരുന്ന അനുതാപം ഞങ്ങൾക്കില്ലാത്തതിനാൽ ഞങ്ങൾ ആകുലരാണ്. ഞങ്ങളുടെ മന്ദത ഭയങ്കരം തന്നെ. എത്ര പാപികളെ പാപം ചെയ്യുന്ന വേളയിൽ ഭൂമി വിഴുങ്ങാതെ അഗ്നി ദഹിപ്പിക്കാതെ പോയിട്ടുണ്ട്. പിതാവേ, അങ്ങ് ഞങ്ങളെ അപ്രകാരം ശിക്ഷിച്ചില്ല. ഞാനാണല്ലോ അങ്ങയുടെ ദിവ്യപുത്രന്റെ വധത്തിന് ഒരു പ്രധാന കാരണക്കാരൻ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ പ്രിയസുതനെ വധിച്ചതിന് അങ്ങ് ഞങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ലല്ലോ. കാരുണ്യം ഞങ്ങൾ അർഹിക്കുന്നില്ല, എന്നാൽ അനുതാപവരം ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങയെ വധിക്കാൻ മുന്നിട്ട് നിന്ന ശേഷം അവിടുത്തെ പക്കൽ നിന്ന് ജീവൻ ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് അങ്ങയോടുള്ള ബഹുമാന ആദരങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങിൽ പ്രത്യാശിക്കുന്നു. അങ്ങയുടെ യോഗ്യതകളാൽ അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നു. പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പ്രലോഭനങ്ങളെ എതിർക്കാം, പാപസാഹചര്യങ്ങളെ വർജിക്കാം, നമ്മുടെ ദുരാശകളെ നിഗ്രഹിക്കാം. ഈ ത്രിവിധ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ വ്യാകുലാംബികയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കുരിശിൽ നിന്നിറക്കി ദൈവമാതാവിനെ മടിയിൽ കിടത്തിയിരിക്കുന്നത് നമുക്ക് കണ്ട് ധ്യാനിച്ച് ഫലമെടുക്കാൻ ഉത്സാഹിക്കാം. എല്ലാവരും കാണത്തക്ക വിധം അവിടുത്തെ ഇപ്രകാരം കിടത്തിയിരിക്കുന്നത് എന്തിനാണ്? നിത്യപിതാവിന് നിശ്ചയമാണിത്. തൻ്റെ നീതി എല്ലാവരും കണ്ടു ഗ്രഹിക്കുവാൻ വേണ്ടി. ചാവുദോഷത്തിൻ്റെ ദുരന്തഫലം നമുക്ക് ഇവിടെ കാണാം. അനന്തപ്രതാപവാനായ ദൈവത്തോടുള്ള ദ്രോഹം ഗുരുതരമാകിയാൽ അവിടുന്ന് തൻ്റെ പുത്രൻ്റെ ജീവൻ പോലും ആവശ്യപ്പെട്ടു. പിതാവിന് പുത്രനുള്ള സ്നേഹം അനന്തമാണെങ്കിലും മനുഷ്യൻ്റെ പാപങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തപ്പോൾ തൻ്റെ ഏകജാതനെയും നിഷ്കരണം ശിക്ഷിച്ചു. ചാവദോഷത്തെ ശിക്ഷിക്കാൻ പരിശുദ്ധ തൃത്വം ആദിയിൽ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈശോയുടെ പീഡാനുഭവവും മരണവും. ചാവദോഷം മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമാകിയാൽ അതിൻ്റെ പരിഹാരം ഒരു ദൈവപുത്രന് മാത്രമേ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ ചാവദോഷം എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് കാണാം. ദൈവപുത്രനെ അപമാനകരമായ വിധം വധിച്ചതാണ് ചാവദോഷം. പാപത്തിന് ദൈവം പലപ്പോഴും ശിക്ഷകൾ നൽകിയിട്ടുണ്ട്, നരകശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഗൗരവം ശരിയായി അനുഭവേദ്യമാകുന്നത് ഈശോയുടെ തിരുമുറിവുകളും മരണവും നാം ദർശിക്കുമ്പോഴാണ്. ഈശോ കുരിശിൽ കിടക്കുന്നതോ ദൈവമാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നതോ വീക്ഷിക്കുമ്പോഴെങ്കിലും ചാവുദോഷം എത്രയോ മഹാപാതകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിതാവായ ദൈവമേ, വ്യാകുല മാതാവിൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്നത് ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നുമുള്ള പ്രസംഗം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ എത്തുമാറാകട്ടെ. പാപത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ അങ്ങയുടെ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ശിക്ഷകളുമെല്ലാം ഉണ്ടെങ്കിലും അങ്ങയുടെ പ്രിയപുത്രൻ പാപത്തെ പ്രതി അനുഭവിച്ച പീഡകളും മരണവും എന്ന പോലെ മറ്റ് യാതൊന്നിനും ഞങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശക്തിയില്ല.
അതോർക്കുമ്പോൾ ഞങ്ങൾ കരയേണ്ടയോ? അതിനുശേഷം പാപം ചെയ്ത് ആ പീഡകളെ ഞങ്ങൾ വർദ്ധിപ്പിക്കുമോ? നല്ല ദൈവമേ, അങ്ങയുടെ പീഡാനുഭവവും മരണവും മനുഷ്യരുടെ പാപങ്ങളുടെ പരിണിത ഫലമാണെന്നുള്ള വസ്തുത ഞങ്ങളുടെ ഹൃദയത്തിൽ ഗാഢമായി പതിക്കണമേ. അങ്ങ് പാപത്തിന് സിദ്ധ ഔഷധമായി കൃപാവരം തരുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യാനും മേരി പാപം ചെയ്ത് അങ്ങയെ ദ്രോഹിക്കാതിരിക്കാനുമായി അങ്ങയുടെ കൃപാവരം ഞങ്ങളുടെ ആത്മാവിൽ ചിന്തണമേ. ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. ദുർവാസനകളെ നീക്കം ചെയ്യണമേ. ചാവുദോഷത്തേക്കാൾ ഭേദം മരണമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പാപത്തെപ്പറ്റി അനുദപിക്കുന്നതിന് വേണ്ടി ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും നമുക്ക് അനുസ്മരിക്കാം. മേരി പാപം ചെയ്യാതിരിക്കാൻ വേണ്ട ശക്തിയും അതേ സ്മരണയെ തന്നെ നമുക്ക് കണ്ടെത്താം. ഇത് എത്രയും സുഗമവും സുരക്ഷിതവുമായ മാർഗമാണ്. ഇത് നാം പ്രയോഗിക്കുന്നില്ലെങ്കിൽ കുറ്റം നമ്മുടേത് മാത്രമാണ്. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ഈശോ തൻ്റെ അമൂല്യ രക്തം ചിന്തുകയും തൻ്റെ ജീവൻ സമർപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ രക്തവും ജീവനും സമർപ്പിക്കാൻ മനുഷ്യരിൽ എന്തുണ്ട്? അവൻ്റെ ശരീരം ഒരു പിടി മണ്ണാണ്, കാറ്റിൽ പറക്കുന്ന ചവറാണ്, വ്യർത്ഥ വസ്തുവാണ്. എന്നാൽ ശരീരത്തിൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അമൂർത്തവും അമർത്യവുമായ ഒരാത്മാവുണ്ട്. ദൈവസന്നിധിയിൽ നിത്യാനന്ദം നുകരുകയാണ് അതിൻ്റെ അന്ത്യം. ആകയാൽ ദൈവപുത്രനായ ഈശോയുടെ ദൃഷ്ടിയിൽ ആത്മാവിൻ്റെ വില എന്തെന്ന് കാണാം. നമ്മളെ ശരിയായി മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈശോയെ നോക്കി ധ്യാനിക്കാം. നമുക്ക് വേണ്ടി തൻ്റെ രക്തം മുഴുവനും അവിടുന്ന് ചിന്തിയിരിക്കുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നാം നിസ്സാര വസ്തുവാണെങ്കിൽ സോമനസ്സ അവിടുന്ന് ഇത്രയേറെ വേദനയും അവസാന മരണവും വരിക്കുമായിരുന്നു. നിസ്തുലമായ ഈ സ്നേഹവും പരിഗണനയും നമ്മോട് എന്തിന് പ്രദർശിപ്പിച്ചു? നമ്മുടെ ജീവിതം നാം നിയന്ത്രിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള ആത്മാവായി തീരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ. നമ്മെ രക്ഷിക്കാൻ ദൈവം ഇത്രയൊക്കെ പ്രവർത്തിക്കുകയും സഹിക്കുകയും ചെയ്തിരിക്കെ നാം നമ്മെ എന്തുമാത്രം വിലമതിക്കേണ്ടിയിരിക്കുന്നു, എന്തുമാത്രം നന്ദിയുള്ളവനാകേണ്ടിയിരിക്കുന്നു. നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം പണിപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ളതും നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും താരതമ്യ വിവേചനം ചെയ്തു നോക്കാം. എത്രയും പ്രിയമുള്ള രക്ഷക, അങ്ങ് ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ ശരീരത്തേക്കാൾ കൂടുതൽ വില വെച്ചും അനന്ത ദൈവത്തിൻ്റെ ശരീരമാകയാൽ അതിനുള്ള മൂല്യവും അനന്തമാണല്ലോ. ഞങ്ങളാകട്ടെ പാപകാരണമായ വിലയില്ലാത്ത ശരീരത്തെ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹതയുള്ള ആത്മാവിനേക്കാൾ കൂടുതൽ വിലമതിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വിഡ്ഢികൾ തന്നെയാണ്. ആത്മാവിന് ദൈവത്തിൻ്റെ രക്തത്തിൻ്റെയും ജീവൻ്റെയും വിലയുണ്ടെന്നുള്ള ഏക വസ്തുത അതിൻ്റെ കളങ്കം കൂടാതെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മതിയായ പ്രേരണ നൽകേണ്ടതാണ്. ആകയാൽ അതിൻ്റെ രക്ഷ അപകടത്തിലാക്കുന്ന ഓരോ പ്രവൃത്തിയും എത്ര ഭയങ്കര തിന്മയാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈശോയെ, ദൈവമേ, പീഡിതനായ അങ്ങയെ ആശ്വസിപ്പിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപാവരം നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഈ ആത്മാവിൻ്റെ നികൃഷ്ടസ്ഥിതി ഗ്രഹിക്കാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എത്ര മഹാവേദനയോടെ അങ്ങ് ഞങ്ങളുടെ ഈ ആത്മാവിനെ അന്വേഷിച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ ആത്മാവ് അങ്ങയെ മാത്രം അന്വേഷിക്കുന്നില്ല. എന്ത് നിർഭാഗ്യരാണ് ഞങ്ങൾ. രക്ഷക, അനന്തമൂല്യം നൽകി അങ്ങ് രക്ഷിച്ച ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് കാണണമേ. ഞങ്ങൾ അതിനെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു.
അത് മുഴുവൻ അങ്ങയുടേതായിരിക്കട്ടെ. അങ്ങ് അതിനെ സംരക്ഷിച്ച് മഹത്വത്തിലേക്ക് ആനയിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും സ്നേഹിക്കാൻ സാധിക്കും. അവിടത്തേക്ക് മാത്രമേ ശരീരത്തെയും ആത്മാവിനെയും ധന്യമാക്കാൻ കഴിയൂ. ആകയാൽ എന്തു വില കൊടുത്തും ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് നിശ്ചയിക്കാം. ഈശോയുടെ തിരുശരീരം ദൈവമാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്നത് നമുക്ക് ദർശിക്കാം. ചാവുദോഷം എത്ര ഭയങ്കര തിന്മയാണ് നമുക്ക് കാണാം. ആത്മാവ് എത്ര അമൂല്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ചാവുദോഷത്തെ നശിപ്പിക്കാനും ആത്മാവിനെ രക്ഷിക്കാനും വേണ്ടി ദൈവം മരിച്ചു. നരകാഗ്നിയിൽ നിന്ന് രക്ഷിച്ച് സ്വർഗീയ മഹത്വത്തിലേക്ക് നമ്മളെ ആനയിക്കാനാണ് ഈശോ മരിച്ചതെന്ന് നമുക്ക് ധ്യാനിക്കാം. നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ദൈവം മരിക്കേണ്ടി വന്നുവെങ്കിൽ എത്ര ഭയങ്കരമായിരിക്കണം നരകം. സ്വർഗം നേടിത്തരുന്നതിന് വേണ്ടി ദൈവം മരിച്ചെങ്കിൽ സ്വർഗം എത്ര മഹാ നന്മയായിരിക്കണം. നരകം നിസ്സാരമായ ഒരു ശിക്ഷയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവം മരിക്കുമോ? സ്വർഗം ലഘുവായ ഒരു ഭാഗ്യമാണെങ്കിൽ അത് നമുക്ക് നേടിത്തരാൻ ദൈവപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടുമോ? ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാം. നാം നരകത്തിന്റെ വക്കിൽ നിൽക്കുകയായിരിക്കും. നമ്മുടെ പാപഭാരത്താൽ അത് നിശ്ചയമായി നിബന്ധിക്കുമായിരുന്നു. എന്നാൽ ഈശോ നമ്മെ താങ്ങിയതുകൊണ്ട് നാം രക്ഷപ്പെട്ടു. നാം ശപിക്കപ്പെടേണ്ടതായിരുന്നു. ഈശോയുടെ പീഡാനുഭവവും മരണവും വഴി സ്വർഗം തുറക്കപ്പെട്ടു. അവിടുത്തെ അനുകരിക്കുന്നവരെല്ലാം രക്ഷപ്പെടാറായി. സ്വർഗവും നരകവും എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. കാരുണ്യവാനായ നമ്മുടെ രക്ഷകനോടുള്ള കടപ്പാടിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. ഈശോയെ, അങ്ങയുടെ അനന്തവും അമൂല്യമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും. ലോകം മുഴുവനും ഞങ്ങളുടേതായിരിക്കുകയും ഞങ്ങളത് അങ്ങയ്ക്ക് നൽകുകയും ചെയ്താലും കടം തീരെ വീടുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുകയാണ് ഞങ്ങളുടെ ചുമതലയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഇത്രയേ ആവശ്യപ്പെടുന്നുള്ളൂ. എന്നാൽ അങ്ങല്ലാതെ ആർക്കും ഞങ്ങളിൽ പരിശുദ്ധമായ സ്നേഹം ചിന്താൻ കഴിയും. അങ്ങയെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതുതന്നെ. അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. ഞങ്ങൾ ശരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നിടത്തോളം സ്നേഹം അങ്ങയ്ക്ക് സിദ്ധിക്കുവാൻ അങ്ങ് തന്നെ ഇടവരുത്തണമേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തേക്ക് കയറിപ്പോകാനുള്ള മാർഗം സ്നേഹമാണ്. ആകയാൽ രക്ഷ അസാധ്യമാണെന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നത് ആത്മവഞ്ചനയായിരിക്കും. ക്രൂശിതനായ ദൈവപുത്രന്റെ യോഗ്യതയാൽ നിരാശപ്പെടേണ്ട അവസരം വരികയില്ല. വീണ്ടും വീണ്ടും ഈശോയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവിടുത്തെ അനുകരിക്കാം. നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. നാം സ്നേഹപൂർവ്വം നമ്മെ തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ രക്ഷ നേടാൻ കൂടുതലൊന്നും ചെയ്യേണ്ടി വരികയില്ല. നമ്മുടെ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നാം ഈശോയെ അനുകരിക്കണം. അവിടുത്തെ അനുകരിക്കുന്നവർ രക്ഷപ്പെടും, അനുകരിക്കാത്തവർ നശിക്കും. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. നിറഞ്ഞ നിശബ്ദത ദിനമാണ് ദുഃഖവെള്ളി കഴിഞ്ഞു വരുന്ന ശനി. കാൽവരി കുരിശിൽ നിന്ന് ഈശോയുടെ ചേതനയറ്റ ശരീരം ആദ്യം അമ്മ മടിയിൽ സ്വീകരിക്കുന്നു. പിന്നീട് കടം വാങ്ങിയ കല്ലറയെ സംസ്കരിക്കുന്നു. കല്ലറയുടെ വാതിൽക്കൽ വലിയ പാറക്കല്ല് ഉരുട്ടിവെച്ച് ഭദ്രമായി അടച്ച് അവർ പിരിഞ്ഞു പോകുന്നു. അരിമത്തിയായിലെ ജോസഫിൻ്റെ വിശാലമായ തോട്ടത്തിൽ പിന്നെ തളം കെട്ടി നിന്നത് നിശബ്ദതയാണ്. ആ മൂകതയുടെ മൗനത്തിൻ്റെ പേരാണ് ദുഃഖ ശനിയാഴ്ച. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ ദേവാലയങ്ങളിൽ
ദുഃഖശനിയിലെ ഈ നിശബ്ദത പെട്ടെന്ന് തിരിച്ചറിയാനാകുന്നു. തിരുക്കർമ്മങ്ങൾക്കായി ക്ഷണിക്കുന്ന പള്ളിമണിനാദം അന്നില്ല. ദുഃഖവെള്ളി കഴിഞ്ഞു വരുന്ന വലിയ ശനിയാഴ്ച മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മൗനം മാത്രം. അത് നമ്മിലും നമുക്ക് ചുറ്റും വന്നു നിറയുമ്പോൾ മിഴികൾ പൂട്ടി അർത്ഥപൂർണമായ ഒരു ധ്യാനത്തിനുള്ള ക്ഷണമായി മാറുകയാണ്. ധ്യാനത്തിനായി 3 രംഗങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് കൊണ്ടുപോകാം. രംഗം 1 പിലാത്തോസിൻ്റെ അരമനയായിക്കോട്ടെ. എങ്ങുമുള്ള നിശബ്ദതയ്ക്ക് അപവാദമായി അവിടെ മാത്രമാണ് ചൂടുപിടിച്ചുള്ള ചർച്ചകളും തലപകുഞ്ഞുള്ള ആലോചനകളും. അസ്വസ്ഥതയുടെ വലിയ വേലിയേറ്റം അവരുടെ ഉള്ളിൽ പ്രകടമാണ്. ആകാംക്ഷയുടെ സുനാമി തിര പിലാത്തോസിന്റെ അരമനയുടെ അകത്തളങ്ങളിലും ഉയർന്നു പൊങ്ങുന്നു. അതുകൊണ്ടാണ് നിയമപരമായ സാപത്താചരണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവർ അടിയന്തര ആലോചന യോഗം കൂടിയത്. ഒരാൾ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ അനുസ്മരിക്കുന്നു. ചർച്ചയുടെ മുഖ്യ അജണ്ട ഇതാണ്. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പ്രായോഗിക തീരുമാനം പിലാത്തോസ് പെട്ടെന്ന് എടുത്തു. നിങ്ങൾ പോയി നിങ്ങളുടെ സൈന്യത്തെ നിർത്തി നിങ്ങളുടെ കഴിവ് പോലെ കല്ലറ കാത്തുകൊള്ളുക. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിനെ കല്ലറയിൽ തന്നെ സൂക്ഷിക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ സാധ്യമായതെല്ലാം ചെയ്യുക. അങ്ങനെയാണ് കല്ലറവാതിൽ മൂടിയിരുന്ന കാളവണ്ടി ചക്രത്തിന് വലിപ്പമുള്ള വലിയ പാറക്കല്ലിന് മുദ്ര വെച്ചതും കാവൽ ഏർപ്പാട് ആക്കിയതും കല്ലറ ഭദ്രമാക്കിയതും. സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ചില സൂചനകൾ പോലും അവരെ അസ്വസ്ഥരാക്കുന്നു. തുടർ ധ്യാനത്തിനായി 2 ചെറു ചോദ്യങ്ങൾ. മിശിഹാ സാന്നിധ്യത്തിന്റെ സൂചനകൾ പോലും ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ടോ? ഈശോയുടെ സജീവ സാന്നിധ്യം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്ന പ്രതിരോധ ശക്തികൾ നമ്മിലുണ്ടോ? ഇനി രംഗം 2 പോകാം. അത് ശിഷ്യന്മാരുടെ ഒളിസ്ഥലമാണ്. കർത്താവിനെ ബന്ധിതനാക്കിയത് മുതൽ ഓടിയൊളിച്ച ശിഷ്യഗണമാണവർ. മുന്നറിയിപ്പ് നൽകിയിട്ടും 3 വട്ടം ഉപേക്ഷിച്ച ശിഷ്യ പ്രമുഖനുണ്ട്. ശരീരത്തിൽ ചുറ്റിയ പുതപ്പ് പോലെ ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയ ശിഷ്യനുണ്ട്. പീഡാനുഭവ മണിക്കൂറുകളിൽ അകലെ അനുഗമിച്ചൊരൊക്കെയുമുണ്ട്. യഹൂദരുടെ ഭയനിമിത്തം ആ രഹസ്യ സംഗീതത്തിൽ കഥകടച്ച് അകത്ത് കാത്തിരിക്കുകയാണവർ. ദുഃഖശനിയിലെ പ്രഭാതം അവർക്ക് ഇരുൾ നിറഞ്ഞ പുലരിയായിരുന്നു. അവർക്കായി അപ്പോഴും സൂര്യൻ ഉദിച്ചിരുന്നില്ല. അവൻ മരിച്ചതോടെ എല്ലാം ഇരുണ്ടുപോയിരുന്നു. അവരുടെ ഉള്ളിലും ചുറ്റുപാടും അന്ധകാരം. തിന്മ ജയിച്ച ദിനം, നിരാശ നിറഞ്ഞ പ്രഭാതം, ഭാവിയും ആകെ ഇരുളടഞ്ഞ അനുഭവം. അവരുടെ രക്ഷകൻ മറഞ്ഞിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. എല്ലാം വ്യഥയായതുപോലുള്ള അവസ്ഥ. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. മ്ലാനവദനരായിരുന്നു അവർ. സംസാരിക്കുന്നതെല്ലാം ദുരന്ത അനുഭവങ്ങൾ. കൂട്ടം തെറ്റി പിരിഞ്ഞു പോയവരായിരുന്നു അവരിൽ ചിലർ. ചുറ്റും സംഭവിക്കുന്നത് മനസ്സിലാക്കാത്തവരും കൂടെ ചരിക്കുന്നവരെ പോലെ തിരിച്ചറിയാനാവാത്തവരും. ചിലർ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി. പക്ഷേ മത്സ്യം പിടിക്കുന്നവർ വലയിലും മനസ്സിലും ശൂന്യത മാത്രം വീശിപ്പിടിച്ചവർ. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. അവരുടെ ഓരോരുത്തരുടെ ജീവിതമാണ് സങ്കീർത്തനം 88 പകർത്തിയിരിക്കുന്നത്. എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ്. എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. എൻ്റെ ശക്തി ചോർന്നു പോയി. അങ്ങനെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചര്യൻ. ഇത് നമ്മുടെയും ജീവിതമാണോ? മിശിഹ ഉദ്ധാനം ചെയ്തിട്ടും വിറപ്പിക്കപ്പെടാത്തവർ, കണ്ണു മൂടപ്പെട്ടവർ, ഇരുട്ടിലായവർ, കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടവർ, നീതിസൂര്യൻ ഉദയം ചെയ്തിട്ടും പുലരിയാകാത്തവർ, വീണ്ടെടുക്കപ്പെട്ടവർ എന്ന വീമ്പടിച്ചിട്ടും വീണ്ടെടുപ്പിൻ്റെയും വിമോചനത്തിൻ്റെയും തെളിവുകൾ കാണിക്കാനാവാത്തവരെന്ന് ബ്രിട്ടീഷ് എഴുത്തുകാരൻ ബെർട്രാൻഡ് റസ്സൽ എഴുതിയിരിക്കുന്നത് നമ്മെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: യു ക്ലെയിം ടു ബി റെഡീംഡ് പീപ്പിൾ ബട്ട് യു ഡോണ്ട് ലുക്ക് റെഡീംഡ്.
ഇനി മൂന്നാമത്തെ രംഗത്തിലേക്ക് കടക്കാം. പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കടന്നു വരാം. അമ്മയുടെ കൂടെ കൂടുതൽ സ്നേഹിച്ച ശിഷ്യനുണ്ട്. പിന്നെ പുലരിയാവാൻ കാത്തിരുന്ന മഗ്ദലനായിലെ മറിയമുണ്ടാവാം. ദുഃഖവെള്ളിക്ക് ശേഷമുള്ള വലിയ ശനിയാഴ്ച നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്നതും പരിശുദ്ധ അമ്മയെ തന്നെയാണ്. അരിമസുതൻ പിടഞ്ഞു മരിക്കുന്നത് നോക്കി വ്യാകുലങ്ങളുടെ അമ്മയ്ക്ക് കുരിശിൻ ചുവട്ടി നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വന്നു. മലയാളത്തിലെ പ്രഥമ വിലാപ കാവ്യം അർണോസ് പാതിരി എന്നറിയപ്പെടുന്ന ഈശോ സഭാ വൈദികൻ യോഹന്നാൻ ഏണസ്റ്റ് ഹാക്സ്ലേഡ് എന്നിവ എഴുതിയ ഉമ്മാടെ ദുഃഖം അഥവാ ദേവമാതാവിന്റെ വ്യാകുല പ്രലാപം ആണല്ലോ. ആദ്യ ദുഃഖവെള്ളി ദിനത്തിൽ മർക്കോസ് വിശേഷകൻ വിവരിക്കുന്നത് പോലെ 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ആശ്വാസത്തിന്റെ വെളിച്ചം എപ്പോഴാണ് ഇനി ആ അമ്മയ്ക്ക് അനുഭവിക്കാനാവുക? ഏത് പ്രഭാതത്തിലാണ് ഉഷകാല നക്ഷത്രം പോലെ അവൾക്കും ആനന്ദത്തോടെ കണ്ണീപങ്ങൾ ചിമ്മാനാവുക? മംഗളവാർത്താ നേരത്ത് മാലാഖ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നല്ലോ: അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിനുമേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ വചനം എന്നും നിറവേറും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അന്നേ ചോദിച്ചതാണല്ലോ. അത്യുന്നതന്റെ ശക്തി എപ്പോഴാണ് ഇനിയും ഒഴുകിയെത്തുക? ചെറുപ്രായം മുതലേ ആവർത്തിച്ച് പാടിയിരുന്ന സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുടെ തിരുവചനങ്ങളിലെ സ്തോത്രഗീതകം എന്ന് ഇനി ആനന്ദ നിർവൃതിയോടെ ആലപിക്കാനാവും. ഈ ദുഃഖശനിയിലും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാവുമോ അവളുടെ സങ്കീർത്തന ആലാപനം? കർത്താവ് അരുൾ ചെയ്ത വാക്കുകൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഏതു പരിധിവരെ അവൾ വിശ്വസിക്കണം? മറിയമാകട്ടെ ഇവയെല്ലാം സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ആട്ടിടിയമാരെ വാക്കുകൾ കേട്ടപ്പോഴുള്ള പ്രതികരണം എല്ലാ പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഒന്നുപോലെ ആയിരിക്കുമോ? മകനെ 3 നാൾ കാണാതാവുമ്പോഴുള്ള ഉത്കണ്ഠയുടെ അവസ്ഥ. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു എന്നാണല്ലോ വിവരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ മകൻ്റെ അഭാവം അമ്മ വല്ലാതെ അനുഭവിക്കുന്നു. എത്രമാത്രം ഇതെല്ലാം ആ ഹൃദയത്തിന് ഉൾക്കൊള്ളാനാകും? അന്നൊരിക്കൽ ഷെമയൽ പറഞ്ഞ വാക്കുകൾ എത്രയോ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഈ ദുഃഖശനിയിൽ മറിയം മൗനത്തിലാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതമനുസരിച്ച് ഭവിക്കട്ടെ എന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മൗനം. കാൽവരി ബലി വേളയിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നന്മ പ്രസാദമായി താൻ സ്നേഹിച്ച ശിഷ്യന് നൽകിയ സ്നേഹ സമ്മാനമാണ് ഈ അമ്മ. ഈ ഭൂമിയിൽ മക്കൾ നഷ്ടപ്പെട്ട എത്രയോ അമ്മമാരോടൊപ്പമാണ് ഈ അമ്മയും. രാഷ്ട്രീയ കൊലപാതകങ്ങളിലും വംശീയ ഉന്മൂലന പ്രക്രിയകളിലും അടിമമക്കളില്ലാതായി തീർന്ന അമ്മമാരോടൊപ്പം അവളുണ്ട്. ആത്മഹത്യ ചെയ്തവർ, മയക്കുമരുന്നിന് അടിമകളായി കഴിയുന്നവർ, ഭവനം വിട്ട് ഇറങ്ങിപ്പോയവർ, പ്രണയക്കുരുക്കിൽ ഭാവി ഇരുളിലായവർ, അവരുടെ എല്ലാം നൊമ്പരപ്പെട്ട് കഴിയുന്ന അമ്മമാരോടൊപ്പം ഈശോയുടെ അമ്മയുണ്ട്. സഹനത്തിന്റെ പാതയിലെ ഏകാന്ത പഥികരായ ഓരോരുത്തർക്കും കൂട്ടിന് കൂടെയുള്ള സ്നേഹമയ്യ അമ്മ. ദുഃഖശനിയിലൂടെ കടന്നുപോയ ഈശോയുടെ അമ്മ. നൊമ്പരത്തിന് നീണ്ട മണിക്കൂറിലൂടെ കടന്നു പോകുന്നവർ നെടുവേർപ്പിനും കണ്ണീരിനും നിലവിളിക്കും ശേഷം നിരാശയിലും നിശബ്ദതയിലും ആയിത്തീരും. അവർ പരിശുദ്ധ അമ്മയുടെ അടുത്തിരിക്കണം. തീരാവ്യാധിയും രോഗവും വരയുന്നവരും വിശ്വാസം നഷ്ടപ്പെട്ടവരും തങ്ങളുടെ ദൈവം മരിച്ചിരിക്കുന്നു എന്ന് കരുതുന്നവരും വ്യാകുലകളിലൂടെ കടന്നുപോയ ഈശോയുടെ അമ്മയോട് ചേർന്നിരിക്കണം. ഈശോ മരിച്ച് അടക്കത്തിന് ശേഷം ഉദ്ധാനാഘോഷം ആരംഭിക്കുന്ന പ്രഭാതം വരെയുള്ള 40 മണിക്കൂറിനെ അമ്മയുടെ മണിക്കൂറുകൾ എന്നാണ് ബൈസന്റീൻ സഭാ പാരമ്പര്യങ്ങളെ വിളിക്കുന്നത്. ധ്യാന അന്തരീക്ഷത്തിൽ ചൊല്ലി, സങ്കീർത്തനങ്ങൾ ചൊല്ലി, വ്യാകുലിയായ അമ്മയോടൊപ്പം ഇരുന്ന് പ്രത്യാശയും ശാന്തതയും മനസ്സിൽ നിറയ്ക്കാനുള്ള പ്രാർത്ഥന ആചാരമാണിത്. അമ്മയോടൊത്ത് സഹനങ്ങളോടൊപ്പം സമ്പൂർണ്ണ സമർപ്പണവും അമ്മയ്ക്കുണ്ടായിരുന്നു. മറ്റു മാർഗങ്ങളൊന്നും കാണാത്തതിനാലുള്ള ഉപാധിയല്ല ആ സമർപ്പണം. ജീവിതയാത്ര നീണ്ട നടപ്പിനിടെ അത്താണി ഭാരം ഒന്ന് ഇറക്കി വെച്ച് ഇടവേളയിൽ കിട്ടുന്ന ഒരല്പ ആശ്വാസവുമല്ല അത്.
ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെയുള്ള സ്നേഹ സമർപ്പണമാണത്. നമ്മുടെ നൊമ്പര നാളുകളിലും കണ്ടക ശനികളിലും സമർപ്പണത്തിൻ്റെ അമ്മ മാതൃകയും പ്രചോദനവുമാകട്ടെ. മകൻ്റെ കൂടെ ബലിയർപ്പണത്തിനായി മല കയറിയ അമ്മയോടൊപ്പമാണ് ദുഃഖത്തിൻ്റെ ശനിയാഴ്ചകളിൽ നാം. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹം അരുമ മകനെ ബലിയർപ്പിക്കാൻ മോറിയ മലമുകളിലേക്ക് കയറിപ്പോയതുപോലെയാണ് വിശ്വാസത്തിൻ്റെ അമ്മയും കാൽവരി മല കയറിയത്. അബ്രാഹത്തിൻ്റെ ബലി അനുഗ്രഹത്തിന് വലിയ പ്രവാഹമായി. ആത്മാർത്ഥ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്ന ബലിയർപ്പണം പാഴാവില്ലല്ലോ. അമ്മയോടൊപ്പം നിശബ്ദതയിലാടുമ്പോഴും പ്രത്യാശ നമ്മിൽ നിറയണം. നീതിസൂര്യനായ ഈശോയുടെ സുവർണ കിരണങ്ങൾ തൈകി ഉണർത്തുമെന്ന ഓർമ്മ തന്നെയാണ് ഈ ഉഷകാല നക്ഷത്രം. സഹനങ്ങളുടെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം അരുണോദയം അറിയിക്കുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന ഉഷകാല താരം. ദുഃഖവള്ളിയുടെ സഹന കൊടുമുടിയിലും അമ്മയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ച മകന്റെ വാക്കുകൾ നല്ല കള്ളന് കൊടുത്ത പ്രതീക്ഷയുടെ വാക്കുകളായിരുന്നു. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. കാൽവരിയിലെ നല്ല കള്ളനെ പറ്റിയുള്ളൊരു കഥയുണ്ട്. കണങ്കാലുകൾ തല്ലിയൊടിപ്പിക്കപ്പെട്ട് അയാളുടെ ശരീരം സംസ്കാരത്തിനായി കുരിശിൽ നിന്ന് ഇറക്കിയപ്പോൾ ജീവന്റെ അവസാന സ്പന്ദനങ്ങൾ ആരോ അയാളെ കണ്ടെത്തി. അയാളെ ഭവനത്തിൽ കൊണ്ടുപോയി അവർ ശുശ്രൂഷിച്ചു. അങ്ങനെ അതിശയകരമായി ജീവൻ തിരികെ ലഭിച്ചു. കുരിശിലെ മുറിവുകളുടെ വിട്ടുമാറാത്ത വേദനയും കണങ്കാലുകൾ തല്ലിയൊടിച്ചതിന് നൊമ്പലും സഹിച്ചാണെങ്കിലും പൊയ്ക്കാലുകളെ ഏന്തി ഭവനം വിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ ഗ്രാമവാസികൾ അയാളെ നോക്കി പരിഹസിച്ചത്രേ. മരണത്തിന് പോലും വേണ്ടാത്തവൻ, ഇതാ അയാൾ ആത്മഗതം ചെയ്തു. കുരിശിൽ നിന്ന് ലഭിച്ച വാഗ്ദാനം ഇതാണ്: നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ഈ സഹനങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല, കാരണം പർദീസായിലാണ് എനിക്കെൻ്റെ ജീവിതം. നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. പത്രോസിനെ ഒന്ന് നോക്കിയപ്പോൾ പത്രോസ്ലീഹ മനസ്താപിച്ചതുപോലെ നമുക്കും മനസ്താപത്തിലായിരിക്കാം. പണ്ടൊരിക്കൽ ആഴിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്ന നേരം നാഥ എന്നെ കൈവിടില്ലേ എന്ന് പത്രോസ് കേണപേക്ഷിച്ച ക്ഷണം കൈപിടിച്ചുയർത്തിയത് അവൻ ഓർത്തിട്ടുണ്ടായിരിക്കാം. അതോടെ പ്രസിദ്ധമായ ഹൃദയസാഗരം വീണ്ടും ശാന്തമായി. ഈ ഭാഗ്യം യൂദാസിനുണ്ടായില്ല. കാൽവരിക്കുന്നിലെ ആരവത്തിലും പിന്നീടുള്ള നിശബ്ദതയിലും വെള്ളി നാണയുടെ കിടുക്കം അവൻ അരോചകമായി. നാണയത്തിളക്കം അസഹനീയമായി. എടുക്കപ്പെടാത്ത നാണയം പോലെ അവയെല്ലാം വലിയ മൂല്യവും തീർന്നവയായി. ദേവാലയത്തിൽ അവനെ വലിച്ചെറിഞ്ഞു. അതാരോ ഭണ്ഡാരത്തിൽ ഇടാൻ തുനിഞ്ഞു. എന്നാൽ പകരം കുശവന്റെ പറമ്പിന്റെ വിലയായി. നീതിമാന്റെ രക്തത്തിന്റെ വില അക്കൽ ഡാമിന്റെ വിലയായി. അന്ന് അവൻ അവളെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, അമ്മയൊന്ന് കാണാനായിരുന്നെങ്കിൽ, അവളുടെ ആലിംഗനത്തിൽ, കണ്ണീരിൽ ഹൃദയത്തിന്റെ പാപക്കല്ലു പാറ അലിഞ്ഞു തീരുമായിരുന്നു. നാഥൻ പറഞ്ഞ കഥയിലെ അലിവുള്ള അപ്പനെ പോലെ അലിവ് നിറഞ്ഞ ഒരമ്മയെ അന്ന് അവൻ വീണ്ടും തിരിച്ചറിയുമായിരുന്നു. അതോടെ എല്ലാറ്റിനും ശുഭാന്തമുണ്ടാകുമായിരുന്നു. അവൾ പറയുമായിരുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അവൻ്റെ കുരിശിലെ പ്രാർത്ഥന എനിക്ക് മറക്കാനാവില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ. അത് നീയുമുണ്ട് യൂദാസേ, നീയുമുണ്ട്. അതിനാൽ നീ വിഷമിക്കരുത്. അവൻ കണക്ക് കൂട്ടി പറഞ്ഞത് ഓർമ്മയില്ലേ? 70 പ്രാവശ്യം. യൂദാസേ, നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു, അവന് നിന്നോട് ക്ഷമിക്കും. അതാണ് ഈ അമ്മയ്ക്കുള്ളൊരു ഉറപ്പ്. പക്ഷേ അന്ന് അവൻ അവളെ കണ്ടില്ല. അമ്മയെ അവനെ കാണാൻ ഒത്തില്ല. എല്ലാം ക്ഷമിക്കുന്നൊരു അമ്മ മൊഴി കേൾക്കാൻ ഒത്തില്ല. അതിനാൽ അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. അവൻ അവളെ അന്നൊന്ന് കണ്ടിരുന്നുവെങ്കിൽ. എൻ്റെ ദുഃഖശനികളിൽ അവളെ നമുക്ക് കണ്ടുമുട്ടാം. അമ്മയോടൊപ്പം നമ്മുടെ യാത്ര തുടരാം, ഉള്ളു നിറഞ്ഞ പ്രത്യാശയോടെ. പരിശുദ്ധ അമ്മയെ മാതാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ തിരിക്കണമേ. വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരിൽ അകറ്റപ്പെട്ടവരെയും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരെയും അമ്മേ നീ ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. കഠിനമായ പരീക്ഷകൾ അവസാനിപ്പിച്ച് പ്രതീക്ഷയുടെ സമാധാനത്തിലെ പുത്തൻ ചക്രവാളം ആരംഭിക്കാൻ ദൈവത്തെ ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ അമ്മയെ കരുണയുടെ പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്കായി യാചിക്കണമേ. അങ്ങയുടെ ദൈവപുത്രനോടൊപ്പം കാനായിൽ എന്ന പോലെ ഇടപെടണമേ. രോഗികളുടെയും മരണത്തിന് ഇരയായവരുടെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവരുടെ ഹൃദയം വിശ്വാസത്തിലേക്ക് തുറക്കുവാനും ഞങ്ങളുടെ പ്രിയപുത്രനോട് ആവശ്യപ്പെടണമേ. ഓ മറിയമേ, എളിയുടെ സംഗീതമേ, അങ്ങേ കരവലയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ വേദനിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണമേ. രക്ഷയുടെയും പ്രത്യാശയുടെ അടയാളമായി ഞങ്ങളുടെ പാതയെ തിളങ്ങുന്ന നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു. കരുണയും വാത്സല്യം മാധുര്യ കന്യകാമറിയമേ, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദിവികാനനാഥ, പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് ഈ ദുഃഖ ശനിയാഴ്ച
ഞങ്ങളും നിശബ്ദരായിരിക്കുകയായിരുന്നു. അങ്ങയുടെ ഹൃദയ രഹസ്യങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. അങ്ങയുടെ ആ രക്ഷ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു. ഈശോയെ, വീണ്ടും ഞങ്ങൾ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നു. ഇപ്പൊ കിട്ടിയ ചിന്തകള്, ഇപ്പൊ കിട്ടിയ കൃപാവരങ്ങള് ഇനിയും ജീവിതത്തില് ഉന്മൂലനമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.